എന്നാ റഷീദേ, ഇന്നത്തെ ഓട്ടം മുടങ്ങിയോ? ഇല്ല, ടയറൊന്ന് മാറണമായിരുന്നു. വേണേ ഒരു മാസം കൂടെ ഓടുമായിരുന്നു. അതിനുള്ള കട്ടയൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അതല്ലേ ലാഭം. ഇപ്പൊ ടയറിനൊക്കെ ഭയങ്കര വിലയല്ലേ? ശരിയാ, പക്ഷെ നമ്മുടെ കഷ്ടകാലത്ത് വല്ല തട്ടോ മുട്ടോ ഉണ്ടായാൽ പിന്നെ ഇതും കുറ്റമാകും. ആകുമോന്ന് പിടുത്തം കൊടുത്താ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നവരാ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ്. ഞങ്ങൾ പ്രൈവറ്റ് ബസ്സുകാർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ കേട്ടോ. ഞങ്ങളാണല്ലോ ടാക്സ്, ഇൻഷുറൻസും ടെസ്റ്റും പൊല്യൂഷൻ ചെക്കിങ്ങും ഒക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആനവണ്ടിയും പിടുത്തക്കാരും ഒക്കെ ഒരു കുടുംബമായതുകൊണ്ട് അവർക്കാരും പേടിക്കണ്ടല്ലോ. നേരാ, ചില ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ പോകുമ്പോൾ ബോംബ് വിട്ട പോലത്തെ പുകയാ. കഴിഞ്ഞിടെ ഹൈറേഞ്ചിൽ തീർത്ഥാടകരെ കൊണ്ടുപോയി മറിഞ്ഞ ട്രാൻസ്പോർട്ട് ബസ്സേ 15 വർഷത്തിന് മേളിൽ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ആണോ? അതുകൊണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്തും വണ്ടിയുടെ ബ്രേക്ക് ഒക്കെ പൊട്ടിപ്പോകുന്നത്. ചേട്ടാ, ഞാൻ എൻ്റെ കണ്ണിന് കണ്ടതാ. ഒരു കാർ വന്ന് ഇടിച്ചിട്ടെ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ പുറകുവശം പപ്പടം വരെ പൊടിഞ്ഞ് ടയർ രണ്ടും ഊരിപ്പോയി. ഈ ട്രാൻസ്പോർട്ട് വകുപ്പ് എന്താന്നേ ഇതൊക്കെ സീരിയസ് ആയിട്ട് കാണാത്ത? ചേട്ടാ, ട്രാൻസ്പോർട്ട് ആണേലും പ്രൈവറ്റ് ആണേലും ഇത് യാത്ര ചെയ്യുന്നത് മനുഷ്യരല്ലേ.